അവിടെ ഞാൻ 12 വാഹനമൊക്കെ 2.5 ലക്ഷം രൂപ കൊടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഡൽഹിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ എക്സ്ചേഞ്ചിലൊക്കെ എടുക്കുമോ? വണ്ടി വേറെ എക്സ്ചേഞ്ച് വന്നാൽ എടുക്കാൻ ചാൻസ് ഉണ്ടോ? എങ്ങനെയാണ്? നല്ല വാഹനമാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ നല്ലൊരു ടീമൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ചില ആളുകളെ നമ്മൾ അവരെ അടിയിലാക്കിയിട്ട് നമ്മൾ മുഖത്ത് അങ്ങനെയൊന്നുമില്ല. ഇനി അവർക്ക് പാർക്ക് ആൻഡ് സെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്തിട്ട് ആ വാഹനത്തിന് മാക്സിമം വില വാങ്ങിക്കൊടുക്കും. വലുത് മാത്രമല്ല, ഇവിടെ ചെറുതുമുണ്ട്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കാണിക്കുകയാണ്. വാഗണറാണ്, ഓട്ടോമാറ്റിക് ആണ്, 20 above മൈലേജ്. തീർച്ചയായിട്ടും അതെ തന്നെ. ഓക്കെ. ഇതല്ല, ഇതിൻ്റെ മറ്റേ ഷേപ്പുണ്ട്, പുതിയ ഷേപ്പുണ്ട്. ഇവിടെ തന്നെ അത് 12-13 ഡബിൾ എയർ ബാഗ് വരുന്നത്. എ സി ഒക്കെ നല്ല വർക്ക്, നല്ല സ്മൂത്താണ്. ക്രൂസ് എന്ന് പറയുമ്പോൾ ഒരുവിധ ആളുകൾ അറിയുന്നവർക്കറിയാം. ചില ആളുകൾക്ക് ഒരു ഭയമുണ്ട്, പക്ഷെ യാത്രക്കും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനും സുഖമാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ വീണ്ടും നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു ഷോറൂമിലേക്ക് വന്നിരിക്കുകയാണ്. ബറോഡ കാസ്. ഹായ്, മൻസൂർ ഖാൻ നമ്മുടെ കൂടെ ഉണ്ട്. സുഖമല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു ബറോഡ കാസ് ഉള്ളൊരു പേര് എന്താ വെക്കാൻ കാരണം? അതൊന്ന് ആദ്യം പറഞ്ഞു. നമ്മൾ ജനിച്ചു വളർന്നതൊക്കെ ബറോഡയിലായിരുന്നു. ബറോഡ, ഗുജറാത്തിൽ. അതെ. ഫാദർ അവിടെ ഗവൺമെൻറ് ജോലിയായിരുന്നു. ഓക്കെ. അതുകൊണ്ടാണ് ആ ഒരു ഓർമ്മയ്ക്കാണ് ബറോഡ കാസ്. ഇവിടെ ഒരുവിധ ആളുകളൊക്കെ ബറോഡ, മൻസൂർ അറിയപ്പെടുന്നല്ലേ? ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു പേര്. തീർച്ചയായിട്ടും. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, മിക്കവാറും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കളക്ഷൻ ഉണ്ടാവും, അല്ലെ ബറോഡ വണ്ടി എടുക്കുന്നതോ അങ്ങനെ വിചാരിച്ചു. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ സെഗ്മെൻറ്റും വണ്ടിയുണ്ട്. കേരള വണ്ടി, റീവണ്ടി എന്ന് വെച്ചാൽ മൻസൂർക്കൊക്കെ ഡൽഹിയിൽ ഷോറൂം തന്നെ ഉണ്ട് അല്ലേ? അവിടെ റീവണ്ടികൾ, ഇന്നോവയും അതേപോലെ തന്നെ പ്രീമിയം വണ്ടികളും എല്ലാം ലഭിക്കുന്ന ഷോറൂമല്ല അത്? ഓക്കെ. അവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ പ്രേക്ഷകർ വന്നാൽ എടുത്തു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ തന്നെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത്, ഇപ്പോൾ അവിടെ ഇന്ത്യക്കാരുണ്ടെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട് 3 പാർട്ടികളും. അത് ശരി. അത് ഇവിടുത്തെ ഒരുമാതിരി ഡീലേഴ്സ് എല്ലാം കോണ്ടാക്റ്റുള്ള ആളാണ് അല്ലേ? അധിക ഡീലേഴ്സും പുള്ളിയുടെ അടുത്ത് പോയിട്ട് തന്നെയാണ് എടുക്കുന്നത്. എന്തെങ്കിലും പേപ്പറിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സംസാരത്തിൽ ഇങ്ങനെ പറഞ്ഞു വന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. പേപ്പർ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്തിട്ട് അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. OLX ഇതിലൊക്കെ കണ്ട് അങ്ങനെ വന്ന് എടുത്തിട്ട് പെട്ട ആളുകൾ അവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് ഗുജറാത്തിൽ വെച്ച് എന്തോ പറയല്ലേ? അതെ, ഫവാസ് ഭായിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മളെ പ്ലാസക്കാരുടെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഫവാസ് ഭായ് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ചെയ്ത ആളാണ്, കുന്നമംഗലം. നമ്മൾ വീഡിയോ ചെയ്ത ഒരു സുഹൃത്ത് ഇന്നോവ എടുത്തിട്ട് അവിടുന്ന് പേപ്പറിന്റെ പ്രശ്നം ഇഷ്യൂ ആയില്ല, NOC കാര്യങ്ങൾ കിട്ടാൻ പ്രയാസപ്പെട്ടത്. ഓക്കെ. ഇനി ഞങ്ങൾ ഡൽഹി പോകണമെങ്കിൽ നേരിട്ടൊരു പുള്ളി എടുത്ത് പോയിക്കോ, ഒന്നും പേടിക്കണ്ട. തീർച്ചയായിട്ടും. ഓക്കെ. നമ്മൾ തരുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി, അതിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഇന്നോവ, അതേപോലെ തന്നെ കുറച്ച് പ്രീമിയം വണ്ടികൾ, പിന്നെ ഷെവർലെ ക്രൂസ്, പിന്നെ ചെറിയ ഡീസൽ വണ്ടി ഒക്കെ ലഭ്യമാണ് അല്ലേ? അതെ. സ്റ്റോക്കിൽ നമ്മുടെ അടുത്ത് ലീവൻ ഒരു 3 ലീവ് ഉണ്ട്. അതന്നെ. ഓക്കെ. ഡീസലാണ്. റെഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറു വണ്ടികളെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സെഗ്മെൻറ്റും ലഭിക്കുന്ന ഷോറൂമാണ്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും, എവിടെയാണ് വരുന്നത്? ഇത് നമ്മൾ വരുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ. ഞാൻ ആദ്യമായിട്ട് കേട്ടത് ഒടിയല്ല പാട്ടിലാണ്. അലനല്ലൂർ മലയിൽ കൊണ്ടുപോകാം എന്നുള്ള ഒരു ലൈനിലാണ് അലനല്ലൂർ കേട്ടത് ആദ്യമായിട്ട്. ഓക്കെ. അപ്പോൾ അലനല്ലൂരാണ്. റൂട്ട് പറയുകയാണെങ്കിൽ നമ്മളെ പാലക്കാട് റൂട്ടിൽ മഞ്ചേരി റൂട്ട് വരും. മഞ്ചേരി റൂട്ട് കോഴിക്കോട് ഭാഗത്തൊക്കെ വരും. ഈ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ ഇത് വരികയാണെങ്കിൽ മണ്ണാർക്കാട് ഇങ്ങനെ കയറി വരണം. ഓക്കെ. അതാണ് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ മണ്ണാർക്കാട് അടുത്തായിട്ടും വരും, പെരിന്തൽമണ്ണ അടുത്തായിട്ട് വരും, എല്ലാം അടുത്താണ്. ഓക്കെ. ഇനി ട്രെയിൻ മാർഗം വരാനും പ്രയാസമില്ല. ഓക്കെ. ട്രെയിൻ മാർഗം എന്ന് വെച്ചാൽ നമ്മുടെ നിലമ്പൂര്, ഷൊർണൂര്, അതായത് മേലാറ്റൂർ സ്റ്റേഷൻ ഉണ്ട്. സിംഗിൾ ഇവിടെ പാലക്കാട് സ്റ്റേഷൻ ഉണ്ട്. കുറച്ച് ലോങ് ആണെങ്കിൽ ഷൊർണൂർ വന്നാലും പിന്നെ പെരിന്തൽമണ്ണ ബസ് എനി ടൈം. ഓക്കെ. അത്രേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് അതിൽ തരുന്നതാണ്. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം ക്രെറ്റ, ഹ്യുണ്ടായി ക്രെറ്റ. ഇത് കേരള വണ്ടി തന്നെയാണ്. KL 38 രജിസ്ട്രേഷൻ അല്ലേ? അതെ. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2017 സർവീസ് ഒക്കെ. അപ്പോൾ ഒരു 4 ദിവസമായിട്ടുള്ളൂ സർവീസ് കഴിഞ്ഞിട്ട്. 20,000 രൂപേൻ്റെ സർവീസ്. നമ്മളെ ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു സർവീസാണ്. ഓക്കെ. അത് 1,34 ചെയ്യേണ്ടത്, 1,30 തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. 1,30,000 ഓടിയിട്ടുണ്ട് അല്ലേ? 6 വർഷമായി. 6 വർഷം കൊണ്ട് 1,30. നോർമൽ ഓട്ടമാണ് ഡീസൽ വണ്ടിൻ്റെ. ഓക്കെ. ഓപ്ഷൻ ഏതാ വരുന്നതിൽ? 1.4 ആണ്. 1.4 ടോപ്പാണോ അതിൽ? അല്ല, ടോപ്പല്ല, മിഡിലായിട്ട് വരുന്നത് ഓപ്ഷനാണ്. ഡബിൾ എയർ ബാഗ് വരുന്നത്. നല്ല മൈലേജ് ഉണ്ടാവുമല്ലോ? 20ൻ്റെ മുകളിൽ. ഞാനിത് ചെന്നൈയിൽ യാത്ര ചെയ്തതാണ്.
1.6 ആകുമ്പോൾ കുറച്ച് കുറയും. ഇത് 1.4 ആയതുകൊണ്ട് നല്ല മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. 20 ഒരു ആവറേജ് എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ വണ്ടിക്ക്? ഇല്ലല്ലോ, ഒന്നുമില്ല. കമ്പനി ഫുൾ ഹിസ്റ്ററി എല്ലാം ഉണ്ട്. അടിപൊളി ഒരു ഡീസൽ വാഹനം, നല്ല മൈലേജ് ഉണ്ടാവും. എയർ ബാഗ് 2 വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അലോയ്സ് ഉണ്ട്, അഡീഷണൽ ചെയ്തതാണ് അല്ലേ? നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ. മാറ്റിയതാണോ ടയേഴ്സ്? കുറച്ച് വീതി കൂടിയ പോലെ തോന്നുന്നു. ഒറിജിനൽ ടയർ തന്നെയാണ്. അലോയ്സ് എന്തായാലും ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അടിപൊളിയാണ്. ഓക്കെ. പ്രൈസിങ് എങ്ങനെയാണ് ഇപ്പോൾ? 8 ലക്ഷം രൂപ. 8,50,000 ആസ്കിംഗ്. ഓക്കെ. 2000 ഇൻഷൂർ തീർന്നിട്ടുണ്ട്, അത് എടുത്തു കൊടുക്കാം. ഓക്കെ. ആസ്കിംഗ് ആണ് 8,50,000. 2017 ക്രെറ്റയാണ് 1.4 ഡീസൽ വാഹനം. ഓക്കെ. ലോണ് ഒരു 7-7.5 കയറും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടിയിലേക്ക് ഒരു ഡീസൽ ഹോണ്ട സിറ്റിയാണ്. ഇത് KL 10 ഇപ്പോൾ മാറിയിട്ടുണ്ട്, റീ ആയതാണ് ഇങ്ങോട്ടേക്ക് അല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽ ഇത് വരുന്നത്? ഇത് 2014 1.5. ഓക്കെ. VMP വരുന്നത് ഡീസൽ അല്ല? അതെ, ഡീസൽ. ഓക്കെ. 1.5 നല്ല പവറും ഉണ്ടാവും, നല്ല മൈലേജ് ഉണ്ടാവും. 20 above കിട്ടും. തീർച്ചയായും. ഓക്കെ. ഓട്ടം ജെനുവിനിറ്റി പറയാൻ പറ്റുമോ? ഓട്ടം എത്ര ഉണ്ട്? ഇല്ല, ഓട്ടോ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ. ജെനുവിനിറ്റി നമ്മൾ പറയുന്നില്ല, മീറ്ററിൽ എത്ര കാണുന്നു അത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഹോണ്ട വലിയ കുഴപ്പമൊന്നും വരില്ല അല്ലേ? എഞ്ചിൻ പൈസ് ഇല്ല. ഓട്ടോ ഉണ്ടെങ്കിലും അത്യാവശ്യം ഓട്ടോ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നും വരില്ല. സിറ്റിയാണല്ലോ കൂടുതലൊന്ന്. അതെ. ക്ലച്ച് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം കൊണ്ടും. ഓക്കെ. ഇന്റീരിയലും കാര്യങ്ങളും അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ചെറിയ വർക്കൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം ടച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. ഓക്കെ. അപ്പോൾ ഒരു എത്ര ഇപ്പോൾ ആസ്ക് ചെയ്യുന്നത്? നമ്മൾ 5.25. 5,25,000 ആസ്കിംഗ് ആണ് അല്ലേ? വില എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും ചെയ്ത് കൊടുക്കാമല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ. നിങ്ങൾ കയറാപ്പിലാകുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ. 5,25,000 ആണ്. 2014 V ആണ്. ഇതിൻ്റെ മേലെ തൊട്ട് മേലെ VX എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ തന്നെ അലോയ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. മൈലേജ് ഉള്ളൊരു സെഡാൻ വാഹനമാണെന്നുണ്ടെങ്കിൽ എടുക്കാം. ലോൺ കിട്ടും ഇതിൽ? ഏതായാലും മാറിയല്ലേ? ലോൺ കിട്ടും. എത്ര ചാൻസ് ഉണ്ട്? നല്ലൊരു 3.5 ലക്ഷം. 3.5 ലക്ഷം മിനിമം കിട്ടും, എന്തായാലും ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ളവരുടെ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. വേറെ ഇപ്പോൾ വർക്കൊന്നും എടുക്കാനില്ലല്ലോ? ഇല്ല. സൗണ്ടോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? മെക്കാനിക്കൽ വർക്കൊന്നുമില്ല. ഓക്കെ. ഹോണ്ട WRV KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? സെക്കൻഡ് ഓണർ. 68,000 ഓട്ടം. ഓക്കെ. മോഡൽ 2018 ബേസ്. 18 സെക്കൻഡ് ഓണർ 68,000. ഡീസലോ പെട്രോളോ? ഡീസൽ. പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഏറ്റവും ടോപ്പൻ്റെ ആണല്ലേ? അതെ. ഓക്കെ. ഏറ്റവും ടോപ്പൻ്റെ വാഹനം. 18 68,000 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 വർഷം കൊണ്ടാണ്. വലിയൊരു ഓട്ടോ ഒന്നുമല്ല. ഡീസലിനെ സംബന്ധിച്ച് വലിയ ഓട്ടോ അല്ല. ഒരു പെട്രോൾ വണ്ടി ഓടുന്ന ഓട്ടേ ഓടിയിട്ടുള്ളൂ. നല്ല മൈലേജ് ഉണ്ടാവുമല്ലോ, 20 above ഉണ്ടാവുമല്ലോ. നല്ല മൈലേജ്. മാനുവലാണ്, ട്രാൻസ്മിഷൻ. ഓക്കെ. അപ്പോൾ നല്ലൊരു അടിപൊളി നല്ലൊരു സ്പേസ് ഉള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ, നല്ല മൈലേജ് നല്ല സ്പേസ് ഉള്ള ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയൊരു വാഹനമാണ് അല്ലേ? തീർച്ചയായിട്ടും. കൂടുതൽ ഉപയോഗിച്ചില്ല. ഓക്കെ. ക്വാളിറ്റി കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കറക്റ്റ് സർവീസ് എല്ലാം പോയിട്ടുണ്ടോ? സർവീസ് കറക്റ്റ് അല്ല, 50 വരെ സർവീസ് ഉണ്ട്. 50 വരെ കമ്പനികളുണ്ട് അല്ലേ? ബാക്കി പുറത്തുനിന്നായിരിക്കും അല്ലേ? ഓക്കെ. അത് ചെറിയൊരു ഓട്ടോ അല്ല പിന്നെ വന്നിട്ടുള്ളൂ. ഒരു സർവീസ് പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ടാവും. പിന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഓക്കെ. എത്ര ഇപ്പോൾ ആസ്കിങ്? എത്രയാണ് ഇവിടെ ആസ്കിങ്? നമ്മൾ 8 ചോദിക്കുന്നത്. ഓക്കെ. 2018 വാഹനമാണ്. VX ഏറ്റവും ടോപ്പിൻ്റെ സൺറൂഫ് വരുന്ന ഒരു വാഹനം, ഡീസലിൽ നല്ല മൈലേജ് ഉള്ളൊരു വാഹനം. ഓക്കെ. ഒരു 7 ലക്ഷം 7.25 ലോൺ കിട്ടും. ലോൺ കിട്ടും. 7.25 വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? നിലവിൽ ഒരു വർക്കും ഇല്ലല്ലോ? ഒന്നുമില്ലല്ലോ. ക്ലീൻ വാഹനം ചെയ്യാൻ. ഓക്കെ. ഇന്റീരിയലും കാര്യങ്ങളൊക്കെ നീറ്റാണ്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ടയേഴ്സും പുറകിലെ ആവറേജ് ആണ്, ഫ്രണ്ടിൽ കുറച്ച് കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ഒരു അടിപൊളി ഷെവർലെ ക്രൂസ്. ഇത് മാറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചാണോ അതോ പെയിന്റ് ആണോ? സ്റ്റിക്കറാണല്ലേ? RC-ലൊക്കെ ചെയ്തതാണ്. മാറ്റ് സ്റ്റിക്കർ, അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് കൊടുക്കുന്നത്. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2013 82,000 ഓടിയിട്ടുണ്ട്. 82,000. സെക്കൻഡ് ഓണറിലാണ്. ഡീസൽ. LTZ ടോപ്പ് എൻഡ് ആണ്. അതെ. സൺറൂഫ് കാര്യങ്ങൾ ഓക്കെ. എല്ലാം വർക്കിംഗ് അല്ലേ? ഇതിന്റെ ക്ലച്ച് ഇപ്പോൾ മാറിയിട്ടുള്ളൂ. ഫുൾ ക്ലച്ചും കാര്യങ്ങളൊക്കെ മാറ്റി മൊത്തം അസംബ്ലി മാറി ക്ലച്ചിൻ്റെ. ഓക്കെ. അപ്പോൾ അത് സ്മൂത്ത് ആയിരിക്കും, അതിൻ്റെ ഭാഗത്തേക്ക് നോക്കണ്ട. ബാക്കി ഇഞ്ചക്ടർ അങ്ങനത്തെ സൗണ്ട് എന്തെങ്കിലും ഒന്നുമില്ലല്ലോ? ഇല്ല, അതൊന്നുമില്ല. ഒരു പ്രശ്നമില്ല. ഓക്കെ. AC ഒക്കെ നല്ല വർക്ക്, നല്ല സ്മൂത്താണ്. ക്രൂസ് എന്ന് പറയുമ്പോൾ ഒരുവിധ ആളുകൾ അറിയുന്നവർക്ക് അറിയാം. ചില ആളുകൾക്ക് ഒരു ഭയമുണ്ട്. പക്ഷെ യാത്രക്കും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനും സുഖമാണ്. ഓക്കെ. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. വണ്ടി പറക്കും. സംശയം. ഓക്കെ. അത്രയേ ഉള്ളൂ. മൈലേജ് ഉണ്ടാവും. ഒരു
17 വാണ്ടൊക്കെ കിട്ടും, സുഖമായിട്ട് കിട്ടുമല്ലോ. ഓക്കെ. മേജറായിട്ടുള്ള പരിക്കോ അങ്ങനത്തെ ഒന്നും ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇത് ഫസ്റ്റ് ഒരു ഡോക്ടർ യൂസ് ചെയ്യുന്ന വാഹനം. ഡോക്ടറെ നമ്മളെ വിട്ടിട്ട് കുറേ കാലമായി. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ആസ്കിങ് എങ്ങനെയാണ് ഇപ്പോൾ 2013? നമ്മൾ 3.5 ലക്ഷം ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. അതെ. 3 ലക്ഷം ആസ്കിങ് ആണ്. 2013 LTZ ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ ക്രൂസാണ്. ഓക്കെ. ലോണ് ചാൻസ് വളരെ കുറവാണ്, കിട്ടൂല. അല്ല, ലോണ് കിട്ടുവെച്ചാൽ ഇവര് അവരുടെ അടുത്തുള്ള സേർട്ട് ലോൺ അങ്ങനത്തെ കിട്ടും, പ്രൈവറ്റേ കിട്ടത്തുള്ളൂ. അതെ. അല്ലാണ്ട് ലോണ് കിട്ടത്തില്ല, കാരണം കമ്പനി നിർത്തിപ്പോയതാണ്. പക്ഷേ ഇതിൻ്റെ സർവീസോ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യാൻ പറ്റും, എല്ലായിടത്തും പാർട്സും ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഒരു ഹോണ്ടയുടെ ഒരു പ്രീമിയം വാഹനമാണ്, ഹോണ്ട അക്കോർഡ്. ഇത് ഡൽഹി രജിസ്ട്രേഷനിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ പഴയൊരു അക്കോർഡും സിവിക്കും ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, സിവിക്കും വരാനുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ചെയ്ത്? ഇത് 2009 സിംഗിൾ ഓണർഷിപ്പാണ്. 6 എയർ ബാഗ് വരുന്നു. 6 എയർ ബാഗ് വരും. 6 ആണോ 8 ആണോ വരുന്നത്? 6 വരുന്നുള്ളൂ അല്ലേ? ഓക്കെ. ടോപ്പ് എൻഡ്? അതെ. ഓട്ടം തന്നെ നമ്മൾ 68,000 ഓടിയിട്ടുള്ളൂ. 68,000 പെട്രോളാണ് വരിക. ഇതൊന്നും വലിയ ഓടാൻ ചാൻസ് കുറവാണ്, കാരണം എന്താ വെച്ചാൽ പിന്നെ ഈ കണ്ടീഷന് നമ്മൾ കൊടുത്തിട്ട് ഒരു വാട്ടർ സർവീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പറയാം എല്ലാ കാര്യങ്ങളും കാണുന്ന കണ്ടീഷൻ തന്നെയാണ് ഒറിജിനൽ അവസ്ഥ അല്ലേ? ഓക്കെ. പിന്നെ ഡൽഹിയാണ്, ചെറിയൊരു ഡോട്ടൊക്കെ ഇല്ലാത്ത വാഹനം ഉണ്ടാവില്ല. അല്ല അതൊക്കെ അത് പ്രശ്നമല്ല. എന്തായാലും എടുത്താൽ പണി കിട്ടരുത്, അതൊന്നും വണ്ടിയുമ്പോൾ പിന്നെ നല്ലൊരു രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ചെറുപറ ഓടിക്കുന്ന ആളുകൾ പ്രയാസമുണ്ട്. ഓട്ടോമാറ്റിക്കിന്റെ രീതിയിൽ ഓടിക്കണമല്ലോ. അല്ല, ഇതിന് മൈലേജും കുറവായിരിക്കും, കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു സെഗ്മെന്റ് എടുക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു ഇത് സ്റ്റാൻഡേർഡിൽ ഉപയോഗിക്കാൻ കഴിയും. അത് നമ്മൾ റഫ്യൂസിന് പറ്റത്തില്ല. നമ്മൾ സാധാ ചെറിയ നമ്മളിവിടെ ചെറുതായിട്ടാണ് ലോ ഇതിൽ പോകുമ്പോൾ എനിക്ക് 10 കിട്ടിയിട്ടുണ്ട്. CVT ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. 6 എയർ ബാഗ് വരുന്ന വാഹനം, പെട്രോൾ എഞ്ചിൻ, സെക്കൻഡ് ചാവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ശരി. ഓക്കെ. എത്രയായിപ്പോൾ NOC എവിടെയെങ്കിലും എടുത്തു? ഇപ്പോൾ നിലവിൽ NOC എടുത്തിട്ടില്ല. എവിടെ എടുത്തു? NOC ആരെ പേരിൽ വെച്ചാൽ എടുത്തു കൊടുക്കാൻ. എൻ്റെ പേരിലൊന്നായി വീണ്ടും ഒരു RC ഓണർ മാറി. ഓക്കെ. NOC എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് NOC കാര്യങ്ങൾ പേപ്പർ വർക്കിനൊരു വിഷയമല്ല, അത് ഞങ്ങളോട് തുറന്നു പറയാം. ഓക്കെ. അല്ല, ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളെ കാണുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. ഓക്കെ. ഇതിപ്പോൾ എത്ര ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ അവരെ പേരിലേക്ക് ചേഞ്ച് ചെയ്ത് മൊത്തം കൊടുക്കണം 3.5 ലക്ഷം രൂപ. 3,50,000 രൂപയ്ക്ക് 2009 ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന ഹോണ്ട അക്കോർഡ് സ്വന്തമാക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കണം എന്നുള്ള വാഹനമാണ് ഇപ്പോൾ സിവിക്ക്. കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഹോണ്ട വണ്ടികളാണ് കൂടുതൽ മോഡിഫിക്കേഷനിൽ കാണുന്നത് അല്ലേ? സിവിക്ക് സിറ്റി. ഇത് സിവിക്കാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൽഹി രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2008 2010 രജിസ്ട്രേഷൻ. 8 മോഡൽ 10 രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ പേപ്പർ 25 വരെ ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇത് ഒരു എംബസിയിൽ യൂസ് ചെയ്യുന്നതാണ്. അത് ശരി. അതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ അത് ശരി. NOC എടുത്തിട്ടില്ല. ഇതേപോലെ തന്നെ ഏത് രാജ്യത്തിൻ്റെ എംബസിയാ അറിയോ? അതിലുണ്ട്, ഞാൻ ആ പേപ്പർ. ഓക്കെ. പിന്നെ NOC നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എടുത്തുതരാം. നിങ്ങളുടെ ഏത് RTO ആണോ അങ്ങോട്ടേക്ക് വേണമെങ്കിലും മാറി തരാൻ പറ്റും അല്ലേ? അതെ. ഓക്കെ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഉണ്ടോ? മെയിൻ ക്ലാസ് മാറിയിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ. സിവിക്ക് ഇത് ഓട്ടോമാറ്റിക് ആണ്. സിവിക്കിന്റെ എംബ്ലം കൂടി കണ്ടോ? ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. ടോപ്പ് എൻഡ് ആണോ ഒന്നത്തെ? അതെ. ഇതിലും നിങ്ങൾ പറഞ്ഞ പോലെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഓക്കെ. സിവിക്ക് എന്താ നിർത്തിപ്പോയത്? ഇപ്പോൾ ആ ലാസ്റ്റ് ഇറങ്ങിയ ഷേപ്പ് ഒരു അടിപൊളിയാണ്. ആ ടൈൽ ലാമ്പ് ഒക്കെ കണ്ടില്ലേ? ലാസ്റ്റ് ഇറങ്ങിയത് ഇപ്പം നിർത്തിപ്പോയില്ല. ഇപ്പം നിർത്തിയില്ല, മോഡൽ കുറച്ചായി നിർത്തിയിട്ട്. ഓക്കെ. ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണ് ഇപ്പോൾ? ഇത് നമ്മൾ 2,20,000 രൂപയ്ക്ക് NOCയിൽ കൊടുക്കും. NOCയിൽ 2,20,000. ഇതൊക്കെ ഇങ്ങോട്ട് മാറണമെങ്കിൽ ഏകദേശം എത്ര ചിലവ് വരും? ഇതൊക്കെ ചെറിയ പൈസ വരത്തില്ല. ഒരു 10-50,000 കണ്ടാൽ അത്രയും വരത്തില്ല. ഓക്കെ, ചെറിയ പൈസ വരത്തുള്ളൂ. നേരത്തെ കണ്ടാക്കോളൂ, അതൊക്കെ ചെറിയ പൈസ വരുള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് അതായത് ചെറിയ വണ്ടീൻ്റെ ആ ഒരു കണ്ടീഷനാണ് അല്ലേ? ആ ഒരു കണ്ടീഷനാണ്. ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ചെക്ക് ചെയ്യുക, അതിനൊന്ന് നമുക്ക് എവിടെ കൊണ്ട് ചെക്ക് ചെയ്യാം. ഇവിടെ അടുത്ത് എവിടെയാ അതിന് പറ്റിയൊരു ഇതുള്ള ഷോപ്പുണ്ട്, പിന്നെ ഇതേപോലെ തന്നെ കമ്പനികളുണ്ട് ഉണ്ടല്ലോ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ഒരു ഡീസൽ റിറ്റ്സ്. ഇത് കേരള വണ്ടിയാണ്. KL 65 മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷനാണ്. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2013. ഓക്കെ. റീഡ് ചെയ്യാം. അതെ. 1/22 ഓട്ടം. അതെ. ഓക്കെ.
ടൈമിംഗ് ചെയിനൊക്കെ മാറ്റി എല്ലാം മാറിയിട്ടുണ്ട്, മേജറൊക്കെ കഴിഞ്ഞു അല്ലേ? ഓക്കെ. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. വണ്ടി മൊത്തത്തിൽ കാണാൻ നല്ല നീറ്റാണ് കേട്ടോ. പെയിൻറ്റിങ് കാര്യം എല്ലാം കൊണ്ട് നീറ്റാണ്. ടയേഴ്സ് പുറകിലൊരു 60%, ഫ്രണ്ടിലൊരു 80% ടയേഴ്സ് ഉണ്ട് അല്ലേ? ഫ്രണ്ടിൽ അവിടെ ഇല്ല, 80% എബോവ് ടയേഴ്സ് ഉണ്ട്. മൈലേജ് അത് തന്നെയാണ് ഹൈലൈറ്റ്. മൈലേജും പവറും അത്യാവശ്യം ഒരു സ്പോർട്ടി മൂഡിൽ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റിയ ഒരു വാഹനമാണ് സ്വിഫ്റ്റ് അല്ല റിഡ്സ്. അല്ല എന്തിനാ ആളുകൾ നമ്മൾ വെറും അതർ സൈഡ് വണ്ടിയാണോ? വാഹനം എല്ലാം ഉണ്ട്, കേരള വണ്ടി. ഇപ്പോൾ ആരെങ്കിലും നമ്മൾ വിളിച്ച് ഇന്ന വാഹനം എനിക്ക് വേണമെന്ന് പറഞ്ഞാലും അതും നമ്മളത് റെഡി ആയി. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇത് 2013 ആസ്കിംഗ് പ്രൈസ് 3,25,000 രൂപ. 3,25,000 ആസ്കിംഗ് ആണ്. ഓക്കെ, എന്തായാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് ചെയ്തു തരും. നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. എന്തായാലും ടൈമും ചെയിനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളത്, വേറെ ഒന്നും നോക്കാനില്ല. ഓക്കെ, ലോണ് 2.25 കിട്ടും, ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇന്നോവയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നോവ എന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ടേക്ക് മാറിയതാണ്, KL 10 ഇപ്പം മാറിയിട്ടുണ്ട്. എങ്ങനെയാണ്? 2012-13 രജിസ്ട്രേഷന് സിംഗിൾ എയർ ബാഗ് വരുന്നു. സിംഗിൾ എയർ ബാഗ് വരുന്നത് G4. അതെ അല്ലേ? 12 മോഡൽ 13 രജിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ. നോർമലി സീറ്റ് കവർ എല്ലാം മാറ്റി ചെയ്തിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല സെറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പോൾ ഇന്നോവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. 10 ലക്ഷം ചരിത്രം, 10 ലക്ഷം കിലോമീറ്റർ ഓടി, അതിന്റെ മുകളിൽ ഓടിയ ഇന്നോവകളുണ്ട്. കറക്റ്റായിട്ട് ഓയിൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് പോവുകയാണെങ്കിൽ കറക്റ്റ് അത് മാത്രം ചെയ്തു പോയാൽ മാത്രം മതി. ഓക്കെ. ഇതിനെ ഞാൻ പറഞ്ഞില്ല, ഇതിനെ കവിച്ചു വെക്കാൻ ഇല്ല, ഒരു വണ്ടി ഇല്ല. ഇപ്പോൾ കേരളീയരുടെ പ്രത്യേകിച്ചും പറയും, അവിടെ ഞാൻ 12 വാഹനമൊക്കെ 2.5 ലക്ഷം രൂപ കൊടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഡൽഹിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ നമ്മളെ ആളുകൾ ഇത് ഫുള്ള് ചെന്ന് റേറ്റ് അവരും ഇതാക്കി ടൈറ്റാക്കി. അപ്പോൾ മിനിഞ്ഞാന്ന് ഒരു ഡയറക്റ്റ് അവിടുന്ന് കരുവാരക്കുണ്ടിലൊരു ജസീർ എന്നൊരു വ്യക്തിക്ക് 11 മോഡൽ വിയും ഇവിടെ എത്തിച്ചു കൊടുത്തു. അപ്പോൾ സ്പോട്ടിൽ ഒരു വാട്ടർ സർവീസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ആള് വെറും ഫോട്ടോസ് കണ്ടിട്ടുള്ളൂ, ശരി. ആ വാഹനം ഞാനും കണ്ടില്ല. എനിക്ക് എടുത്തു തരുന്ന ആള് കറക്റ്റ് വീഡിയോയും കാര്യങ്ങളും ചെയ്ത്. പക്ഷേ ഈ ജസീർ എന്ന് പറഞ്ഞ ആള് ഹാപ്പിയാണ്. അല്ല, നിങ്ങൾക്ക് അറിയുന്ന ആളല്ലേ? അതെ അതെ, വർഷമായിട്ട് അല്ല അതാ പറഞ്ഞ അവര്. ഞാനിപ്പോൾ ഈ സ്ഥാപനം കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെയാണ്. ഇപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞാൽ പോവുള്ളൂ ഡൽഹിക്ക്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇത് 2012 മോഡൽ 13 രജിസ്ട്രേഷൻ G4 സിംഗിൾ എയർ ബാഗ് വരുന്ന ഇന്നോവയാണ്. ഇതിന് ഓട്ടം പറയാൻ പറ്റുമോ എത്ര ഉണ്ടെന്ന്? 2,12,000. 2.12 ഓടി ഉണ്ട് അല്ലേ? സർവീസ് ഉണ്ട് കേട്ടോ, കറക്റ്റ് ഉണ്ട്. അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ പ്രൈസിങ് എങ്ങനെയാണ്? നമ്മൾ എന്ത് ചോദ്യമാണല്ലോ, 2.5 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. അത് കുറച്ച് ക്വാളിറ്റി കാര്യങ്ങൾ അതിനനുസരിച്ച് റേറ്റ് വരുന്നതനുസരിച്ച് കുറച്ച് ചിലപ്പോൾ റേറ്റുകൾ മാറ്റം വരും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അതിന് വേണ്ട പോലെ ഇവിടെ വരുന്ന ഒരാളാകുമ്പോൾ അത് നമ്മൾ പരിഗണിക്കും, നോക്കിയിട്ടേ ചെയ്ത് കൊടുക്കും എന്തായാലും. ഓക്കെ. ഇപ്പോൾ ആസ്ക് ചെയ്യുന്നത് 8.5 13 രജിസ്ട്രേഷൻ വരുന്ന G4 ആണ്. ഓക്കെ. പിന്നെ ചില ഡീലിംഗ് ആണ്, നമ്മൾ ആൾ വന്ന് ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ അതെ അതെ അത്ര അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് മാറൊന്നും വേണ്ട, ഓൾറെഡി മാറിയതാണ്. മാറേണ്ട ടാക്സ് ഒന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല, ഓൾറെഡി മാറി കഴിഞ്ഞു. NOC റേറ്റ് ഒന്നുമല്ല, കേരള വണ്ടി ആയി കഴിഞ്ഞു എന്നിട്ടുള്ള വിലയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു ഇന്നോവയാണ്. ഇത് KL 75 രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചാർജ് ഒന്നും കാണേണ്ട ആവശ്യമില്ല. ടൈപ്പ് 3-ലാണുള്ളത്. ഈ ഒരു ഷേപ്പാണ് നമ്മൾ ടൈപ്പ് 3 എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് ലേറ്റസ്റ്റ് ടൈപ്പ് 4 ഷേപ്പിലാക്കിയതാണ്. ഇത് ടൈപ്പ് 3 കിടക്കുകയാണ്. ഏതാ മോഡൽ ഇത്? 2012. ഓക്കെ. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ്. ഇതിൻ്റെ ടൈമിംഗ് ഇവിടെ വന്നിട്ട് മാറി, മാറിയിട്ടുണ്ട്. അത് കേരളത്തിൽ വന്നിട്ട് മാറി. പിന്നെ മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ. അത് കമ്പനിയിൽ നിന്ന് മാറിയതാണ്. വേറെ അപ്രോണിലേക്കോ? ഇല്ല, അങ്ങനത്തെ മേജർ വിഷയങ്ങളൊന്നുമില്ല. ഈ വാഹനം ഇനി ഏത് ടൈപ്പിലേക്ക് ആക്കണമെങ്കിലും നമ്മളല്ലേ 12 V 2 എയർ ബാഗ് വരുന്നതാണ്. ഇന്നോവയിൽ ഏറ്റവും കൂടുതൽ മൂവ് ആകുന്ന വാഹനമാണ് V മോഡൽ. അന്നത്തെ ടോപ്പല്ലേ? അതെ അതെ, 12-ലെ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ് V എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് V മോഡലാണ്. അതെ. ഇപ്പോൾ Z-നെക്കാളും V ആണ് മാർക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Vയിൽ അലോയ്സും കാര്യങ്ങളൊക്കെ വരും. ഇതിലിപ്പോൾ നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ, നല്ല ടയേഴ്സാണ്. ഓക്കെ. പ്രൈസിങ് എങ്ങനെ ഇപ്പോൾ? ഇത് നമ്മൾ 7,75,000 ആസ്കിംഗ് പ്രൈസ്. 2012 V ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒരു പൈസയും ചിലവാക്കണ്ട, ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. KL 75 കഴിഞ്ഞു. ഓക്കെ. ലോണ് ചാൻസ് ഉണ്ടോ?
മാറിയുണ്ട് ഉണ്ട് ലോൺ 6 ലക്ഷം രൂപ മറ്റേനും കിട്ടുമല്ലോ നമ്മൾ നേരത്തെ കണ്ടു. കിട്ടും. ഓക്കെ, ഇതാ ഒരു വൈറ്റ് ഇന്നോവ. ഇത് ഡൽഹി തന്നെ കിടക്കാണ്. NOC ആയിട്ടുണ്ടോ? എങ്ങോട്ടേക്ക്? NOC ആയിട്ടുണ്ട് പെരിന്തൽമണ്ണയിലേക്ക്. പെരിന്തൽമണ്ണ KL 53. അതെ, പെരിന്തൽമണ്ണയ്ക്ക് NOC ആയി കഴിഞ്ഞു. പെരിന്തൽമണ്ണക്കാരുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓക്കെ, നിങ്ങളുടെ രജിസ്ട്രേഷനിൽ കിട്ടും. നല്ല ടയേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് മോഡലൊക്കെ? 2014 G4 ആണോ? സെക്കൻഡ് ഓണറിലാണ്. ഓക്കെ, കൺവേർട്ടാണ്, ടൈപ്പ് 4ലേക്ക് മാറിയിട്ടുണ്ട്. അതെ. ബാക്കി ഇത് 8.5 ലക്ഷം ചോദിക്കുന്നുണ്ട്. 8.5. ഓക്കെ, G4 2014 അല്ലേ? ഓക്കെ, അത് നമ്പർ ചേഞ്ച് ചെയ്തിട്ടാണ് ആസ്കിംഗ് പ്രൈസ് പറയുന്നത്. ചേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ, NOCയിലല്ല, ചേഞ്ച് ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ ആയുള്ള ശേഷം ഉള്ള റേറ്റാണ് പറയുന്നത്. 8.5 ആസ്കിംഗ്. ഓക്കെ, ചേഞ്ച് ചെയ്താലേ ലോൺ കിട്ടും. അതെ, അല്ലാണ്ട് കിട്ടത്തില്ലല്ലോ, കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. ഈ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല എൻക്വയറി വരുന്ന വാഹനങ്ങളാണ്. ഡീസൽ വാഹനങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അതിൽ തന്നെ ഇൻഡിക വിസ്റ്റ എന്നൊക്കെ പറയുന്നത് കോട്ടറായിട്ട് എഞ്ചിനാണ് അല്ലേ? അത്യാവശ്യം നല്ല എൻക്വയറി പോകുന്നതാണ്. ഇത് എവിടെയാണ് രജിസ്ട്രേഷൻ വരുന്നത്? KL 56. ഓക്കെ, 56 എന്ന് പറയുമ്പോൾ കൊയിലാണ്ടി വണ്ടി, കോഴിക്കോട് അല്ലേ? ഓക്കെ, പറയോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2012 അത്യാവശ്യം നല്ല ഒരു അളവ് യൂസ് ചെയ്യുന്ന വാഹനം. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ അല്ല, ഓണർഷിപ്പ് ഉണ്ട്. സെക്കൻഡ് ആണ്. ഓക്കെ, ഓട്ടം എത്രയാണ് ഇപ്പോൾ ഉള്ളത്? ഇതിൽ 1.22. 1,22,000. എന്തെങ്കിലും വർക്കോ സൗണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഒന്നുമില്ല. ആള് നല്ല സർവീസും കാര്യങ്ങളും കൊണ്ടാണ് പക്ക ചെയ്ത് കൊണ്ടുപോയതാണ്. ഓക്കെ, വണ്ടി കാണാൻ എന്തായാലും നീറ്റാണ്. ഔട്ട്ലുക്ക് നീറ്റ് തന്നെയാണ്. മോഡലാണ്. എങ്ങനെ? 12 മോഡൽ. അതാ പറഞ്ഞത്, നല്ല നീറ്റ് ഉണ്ട്, കുഴപ്പമില്ലാത്ത ടയേഴ്സും ഉണ്ട്. പിന്നെ മൈലേജ് 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. കോട്ടറായിട്ട് എഞ്ചിനാണ്, സ്വിഫ്റ്റിലൊക്കെ വരുന്ന ഫിയറ്റിൻ്റെ എഞ്ചിനാണ് അല്ലേ? ഓക്കെ, അപ്പോൾ പറയോളൂ എത്രയാണ് ആസ്കിങ്? നമ്മൾ ആസ്കിങ് പ്രൈസ് 1.5 ലക്ഷം രൂപ. 1,50,000 രൂപ ആസ്കിങ് ആണ്. കേരള വണ്ടി തന്നെ, വേറെ ഒന്നുമില്ല. ആസ്കിങ് ആണ്. 2012 കോട്ടറായിട്ട്. ഓക്കെ, ലോണ് ചാൻസ് ഉണ്ടോ ഇതിൽ? കുറവാണ്. അല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കും. അല്ല, ഇത്രയും എമൗണ്ട് ആരും ലോൺ ഇട്ട് അവർക്കും അത് നഷ്ടമാണ്. ഇടേണ്ട ആവശ്യമില്ല. ചെറിയ എമൗണ്ട് ആണ്, 1.5 ലക്ഷം. മാക്സിമം ആളുകൾ ലോൺ കുറവാക്കുക. ഏറ്റവും ഫണ്ട് കണ്ട് കയ്യിലുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. വലുത് മാത്രമല്ല, ഇവിടെ ചെറുതുമുണ്ട്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കാണിക്കുകയാണ്. വാഗണറാണ്, ഓട്ടോമാറ്റിക് ആണ്. ഇത് KL 65 രജിസ്ട്രേഷൻ, തിരൂരങ്ങാടിയാണ്, മലപ്പുറം ജില്ല. ചെറുത് ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് വണ്ടി എടുത്തിട്ട് കാണിക്കുന്നത്. ചെറുതുണ്ട്. ഓക്കെ, എങ്ങനെ ഏത് വാഹനമാണെങ്കിലും നമ്മൾ സെറ്റാക്കി കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന ഓർഡർ തരാണ്, എനിക്ക് ഇന്ന വാഹനം വേണം, ഇത്ര കിലോമീറ്റർ വേണം, ഇത്ര ഓണർഷിപ്പ് വേണം, നോക്കിയിട്ട് എടുത്തു കൊടുക്കും. തീർച്ചയായും അതിൻ്റെ ഒരു ടൈം ചെറിയൊരു ടൈം ഗ്യാപ്പ് കാണേണ്ടി വരും. ഓക്കെ, അത്രയാണ്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക് വരുന്നത് 2016 ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, MT ആണ് വരിക. ഏതാ, VXI ആണോ അതോ VXI ഫുള്ള് വരുന്നത്? ഓക്കെ. പിന്നെ 53,000 ഓടിയിട്ടുള്ളൂ. 53,000 16 യാക്കോമിന്റെ 4 പുതിയ ടയർ. യോക്കോമ അത്യാവശ്യം ലൈഫ് കിട്ടും കേട്ടോ, നല്ല രീതിയിൽ. പിന്നെ ഓട്ടോമാറ്റിക് ഇപ്പൊ പഠിച്ചിറങ്ങിയ ആളുകൾക്ക് കൂടുതൽ ലേഡീസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. ഓഫായി പോകില്ല, അതുകൊണ്ട് സുഖമാണ് അല്ലേ? മൈലേജ് ഉണ്ടാവും അത്യാവശ്യം. നോർമലാണെങ്കിൽ, മാനുവൽ ആണെങ്കിൽ ഇതിനൊരു 17 വരെയൊക്കെ കിട്ടുന്നതാണ്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ അത്ര തന്നെ ആകാശം കിട്ടും. മൈലേജ് എന്ന് പറഞ്ഞാൽ ഒക്കെ നമ്മളൊരു പരിധി വരെ ഓടിക്കുന്നത് മൈലേജ്. അതെ, കമ്പനിന്റെ 50-60 ആണ്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമ്മൾ ദമ്മിൽ കൊടുക്കുന്നതിനനുസരിച്ച് മൈലേജ് കിട്ടൂല. നോർമൽ അത് സൗണ്ട് കേട്ടിട്ട് ആ ഒരു പിടുത്തത്തിൽ മാത്രം പോകണം. അത്രയും അതിന് ആവശ്യമുള്ളൂ എന്ന് കൊടുത്തിട്ട് നോക്കിയിട്ട് കൊടുക്കണം. അതിൻ്റെ മേലെ കൊടുത്താൽ തീരും. അപ്പോൾ ഇതെങ്ങനെയാണ് ചോദിക്കുന്നത്? എത്രയാണ് ഇപ്പോൾ? ഇത് 4,30,000 രൂപ. 2016 ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ, 4.30 ആസ്കിങ് ആണ്. ഒരു 3.25 ലോൺ എന്തായാലും കയറുമല്ലോ, അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. എറ്റിയോസ് ലിവ KL 41 ആലുവ രജിസ്ട്രേഷൻ വാഹനം അല്ലേ? ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന വാഹനം തീർച്ചയായും ലിവ. ഇത് മാത്രമല്ല, വേറെ ലിവകളുണ്ട്. ലിവ നമ്മുടെ അടുത്ത് 2-3 ലിവ. എറ്റിയോസ് 2 ലിവ 3 ഉണ്ട്. ഡീസലാണോ ഇതെല്ലാം? ഡീസലാണ്. ഡീസലാണല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ ഇതേ കാണിക്കുന്നുള്ളൂ ജസ്റ്റ്. ഇത് 11-12 രജിസ്ട്രേഷൻ. കേരള വണ്ടി. 1.22 സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 20 above മൈലേജ് തീർച്ചയായിട്ടും. അതെ തന്നെ. ഓക്കെ, ഇതല്ല, ഇതിൻ്റെ മറ്റേ ഷേപ്പുണ്ട്, പുതിയ ഷേപ്പുണ്ട്. ഇവിടെ തന്നെ കിടക്കുന്നത് 12-13 ഡബിൾ എയർ ബാഗ് വരുന്നത്. ഇത് GD ആണോ ഓപ്ഷൻ വരുന്നത്? ഇത് GD ആണല്ലോ. ഇത് നമ്മൾ 4 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ്. പിന്നെ 2 നമ്പറില്ല, കുറഞ്ഞതുണ്ട്, നമ്പർ ആയതുണ്ട്.
3.5 കൊടുക്കാം, 3.20 കൊടുക്കാം. ഉണ്ടല്ലോ, വേറെ ഉണ്ട്. ഓക്കെ, അത് രണ്ടും റെഡ് കളർ തന്നെയാണ്. എറ്റിയോസിന് എത്ര വരുന്നുണ്ട്? എറ്റിയോസ് 12 മോഡൽ വൈറ്റ് കളർ. ഡീസലാ? ഡീസൽ. എത്ര വരുന്നുണ്ട്? അത് നമ്മൾ 3.5 ലക്ഷം രൂപ. 3.5. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ എത്രയാണ് പറഞ്ഞത്? ഇത് 4 ആസ്കിംഗ് പ്രൈസ്. ഓക്കെ. ഒറിജിനൽ കേരള വണ്ടിയാണ്, റീ വണ്ടി ഒന്നുമല്ല, ഒറിജിനൽ കേരള. കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരു പ്രൈസ് കിട്ടിയത് അങ്ങനെയാണ്. ഓക്കെ, ഫുൾ സർവീസ്, എല്ലാ ഹിസ്റ്ററിയും ഉണ്ട്. നിങ്ങൾ വണ്ടി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നീറ്റ് മനസ്സിലാവും. നമ്മൾ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു 3.5 ലക്ഷം വരെ ലോൺ കിട്ടുമോ? ചെയ്യാൻ പറ്റുമല്ലോ എന്തായാലും. ഓക്കെ, അപ്പോൾ മെയിൻ്റനൻസ് പറഞ്ഞാൽ നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കാം. ബൈക്ക് ഉപയോഗിക്കണ മാതിരി 500 അടിച്ചിട്ട്. അതെ, തീർച്ചയായും. ബുള്ളറ്റൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇതെടുക്കുന്ന ലാഭമായിരിക്കും. അത്രേ ഉള്ളൂ. അല്ല, ചില വാഹനങ്ങൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ആളാണ്. നേരത്തെ പറഞ്ഞ ക്രെറ്റ 500 അടിച്ചാൽ ഞാൻ അപ്പോൾ ഇവിടെ നമ്മൾ 10 കിലോമീറ്റർ വീട്ടിൽ. ഓക്കെ, ഞാൻ എങ്ങനെയായാലും 3 ദിവസം 4 ദിവസമൊക്കെ ഓടിച്ചു. നമുക്ക് അറിയില്ല, തടിക്ക് പിടിക്കൂല. ഇല്ല, സത്യം പറയണം, നമ്മൾ ഇല്ലതില്ല പോലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത്രേ ഉള്ളൂ. പിന്നെ മറ്റുള്ള നമ്മൾ ഏത് വാഹനങ്ങളും ആണെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫോർച്യൂണറാണ്, ഒരു SUV സെഗ്മെന്റിൽ വന്നിരിക്കുന്നു. KL2 കൊല്ലം രജിസ്ട്രേഷനുള്ള കേരള വണ്ടി തന്നെയല്ലേ ഇത്? ഒറിജിനൽ കേരള. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? 2012 2 ലക്ഷം ഓടിയിട്ടുണ്ട്. 2 ലക്ഷം കിലോമീറ്റർ ഓടി. സർവീസ് റെക്കോർഡാണ്. മാനുവൽ 4x4 മാനുവൽ. 2012 2 ലക്ഷം ഫുൾ കമ്പനി ഹിസ്റ്ററി റെക്കോർഡഡ് ആയിട്ടുള്ള വാഹനമാണ്. TRD കിറ്റ് ചെയ്തിട്ടുണ്ടോ? സാർ എവിടെയും കയറി ചെല്ലും. അതെ, എവിടെയും കയറിച്ചില്ല. 4x4 ആണ്. നല്ല ടയേഴ്സ്, പുതിയ ടയേഴ്സ് ആണ് അല്ലേ? അതെ, ടയർ കാര്യങ്ങളൊക്കെ. പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് അലോവേഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സൈഡ് വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട് സാധനം എന്തായാലും. ഓക്കെ, വേറെ ക്ലെയിമോ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ക്ലീൻ വാഹനം അല്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ട ഓൾമോസ്റ്റ് വാഹനങ്ങളും എന്താണോ കണ്ടീഷൻ ആ ഒരു രീതിയിൽ തന്നെ വെച്ചത്. മിനിക്കിയിട്ടില്ല. ഞാനത് ചോദിച്ചിരുന്നു പുള്ളി എടുത്ത്. അപ്പോൾ പറഞ്ഞു ജസ്റ്റ് കാണുന്ന രീതിയിൽ കണ്ടോട്ടെ ഇത്. നമ്മളില്ലതില്ല പോലെ പറഞ്ഞിട്ട് കാര്യങ്ങൾ. അത് ഒന്നും മിനിക്കിയിട്ടില്ല, ജസ്റ്റ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് എത്ര കൊടുക്കാം? ഇത് 14.5 ലക്ഷം രൂപ. 14,50,000. 2012 2 ലക്ഷം കിലോമീറ്റർ ഓടിയ 4x4 മാനുവൽ ഫോർച്യൂണറാണ്. ഓക്കെ, ലോണ് ചാൻസ് ഉണ്ടോ? 12 ലക്ഷം ലോൺ കിട്ടും. അന്വേഷിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ ലോൺ സൗകര്യം കിട്ടുന്നുണ്ട്. 12 ലക്ഷം വരെ. നല്ലൊരു ഫോർച്യൂണർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും അവസാനത്തെ വാഹനമായിരുന്നു. ഇനി നമുക്ക് പുതിയ സ്റ്റോക്ക് എപ്പോഴാണ് കയറാം? പുതിയ ഡൽഹി സ്റ്റോക്കൊക്കെ വന്നിട്ട് നിങ്ങൾക്കറിയില്ല, എന്താണ് ഇനിയിപ്പോൾ അടുത്ത വർഷം മോഡൽ കുറവ് കാര്യങ്ങൾ പ്രയാസങ്ങളൊക്കെ പറയുന്നത്. എന്നാലും പിറ്റേ മാസം ഒന്നാ വാഹനം എടുത്തു പോകും. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾ എക്സ്ചേഞ്ചിലൊക്കെ എടുക്കുമോ വണ്ടി? വേറെ എക്സ്ചേഞ്ച് വന്നാൽ എടുക്കാൻ ചാൻസ് ഉണ്ടോ? എങ്ങനെയാണ്? നല്ല വാഹനമാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നല്ലൊരു ടീമൊക്കെ അണിഞ്ഞ് നമ്മൾ എക്സ്ചേഞ്ച് ചില ആളുകളെ നമ്മൾ അവരെ അടിയിലാക്കിയിട്ട് നമ്മൾ മുഖത്ത് അങ്ങനെയൊന്നുമില്ല. ഇനി അവർക്ക് പാർക്ക് ആൻഡ് സെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്തിട്ട് ആ വാഹനത്തിന് മാക്സിമം വില വാങ്ങിക്കൊടുക്കും. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരും പരിഗണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോയിൽ റൈറ്റ് ടോപ്പ് കോർണറിലുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറന്നുപോയത് എല്ലാവരും വീഡിയോയിൽ കൊടുത്താലും ചില ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിക്കും നമ്പർ എവിടെ എടുത്ത് പറഞ്ഞത്. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തുടർന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു.